അഭിനയം എന്തെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ കുട്ടിക്കാലത്ത് ക്യാമറയ്ക്ക് മുമ്പിലാണ് പാർവതി അയ്യപ്പന്റെ ഈ പാട്ട് ഫസ്റ്റ് ദൈവത്തിന്റെ മുന്നിലാണ്. അന്ന് അറിയാതെ വന്നു, ഇന്ന് അറിഞ്ഞോണ്ട് വരുന്നു. അന്ന് പേടിയില്ല, ഇന്ന് പേടിയുണ്ടോ? പേടി ഉണ്ട്. ഫസ്റ്റ് ഡേ എനിക്ക് പേടി, ഒരു സീരിയലിൽ ഫസ്റ്റ് ഡേ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ. പിന്നെ അവരോട്ടൊക്കെ മിങ്കിളാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല. ഇപ്പോഴും എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്. ഇപ്പം ഇനാഗ്രേഷൻ ആയാലും എവിടെയെങ്കിലും പാടാറുണ്ടോ? പാട്ട് അങ്ങനെ ഇല്ല, ഞാൻ ഇതുവരെ പാടിയിട്ടില്ല. പാടുമെന്ന് പറയുന്ന ഞാൻ കേൾക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടം, പക്ഷെ പാടുമെന്ന് പറഞ്ഞു പാടി കേട്ടിട്ടില്ല, പക്ഷെ പാട്ട് എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നതാണ്. ഞാൻ എപ്പോഴും പാട്ട് കേൾക്കും, ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഫ്രീ ടൈമിലൊക്കെ എന്തായാലും സജിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ട് പാടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടുപേരും പാടാം. ഞാൻ ഇതുവരെ എനിക്ക് പാടിയിട്ടില്ല. തുമ്പി തുമ്പി വാവാ അതൊക്കെ പാടാമല്ലോ, ചെറിയ പാട്ടെങ്കിലും പാടാം. ആ പിന്നെ എന്റെ സൗണ്ട് പാട്ടിനെ പറ്റി നല്ല സൗണ്ട് ഞാൻ തീരുമാനിച്ചു. 2, 3, 4 മിഴിയറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ കനവറിയാതേതോ കിനാവ് പോലെ കിനാവ് പോലെ. അയ്യോ, എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാ പാടുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ പാടാറില്ല. ഇല്ല, അപ്പൊ ഇത് ഒരു കാര്യം ചെയ്യാം, ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം വെട്ടി സൂക്ഷിക്കുക. ഇതുവഴി ഓടിക്കുക. നിങ്ങളുമേ വഴക്കിടാറുണ്ടോ? വഴക്ക് നമ്മൾ ഫസ്റ്റ് വലിയ ഫ്രണ്ട്സ് ഒന്നും അല്ലായിരുന്നു. ഒരു ഷൂട്ട് തുടങ്ങി ഒരു 6 months കഴിഞ്ഞിട്ട് നല്ല കൂട്ടായത്. ഫസ്റ്റ് വരുമ്പോ ഒരു ഹൈ, പോകുമ്പോ ഒരു ബൈ, അത്രേ ഉള്ളൂ. ഷൂട്ട് ചെയ്യുമ്പോൾ ചിരിക്കും, അത്ര അല്ലാണ്ട് വലിയ കമ്പനി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നല്ല കൂട്ടായത്. അപ്പൊ വഴക്കൊക്കെ ഉണ്ടാകും. ഞാൻ അങ്ങോട്ടും ഉണ്ടാക്കി ഇങ്ങോട്ടും. എനിക്ക് പാർവതിയെ കണ്ടിട്ട് 2 ആക്ടേഴ്സിന്റെ ഛായ തോന്നുന്നു. ഒന്ന് ഫ്രണ്ട് പോർഷൻ നോക്കുമ്പോഴത്തേക്ക് രോഹിണിയുടെ ഒരു ചെറിയ കട്ട് വരുന്നു. പിന്നെ സൈഡ് പോസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നർത്തകിയും നടിയുമായിട്ടുള്ള അർച്ചനയുടെ എനിക്ക് ഒത്തിരി പേര് പറയാം എവിടെ പോലെ അർച്ചന ചേച്ചിയെ പോലെ ഇരിക്കുന്നു. അർച്ചന ഇപ്പോൾ സാൻ ഹോസെ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു വലിയൊരു ആപ്പിളിലൊരു ഉദ്യോഗസ്ഥനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ഈ ഷൂട്ടിങ്ങിനിടയിൽ പാർവതിക്ക് ഒരു അപകടം പറ്റിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അത് ചെറുതിൽ ഞാൻ ചെയ്തൊരു മൂവി ആയിരുന്നു, ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജോഷി മാത്യു സാറ് ഡയറക്ട് ചെയ്ത. അപ്പോൾ അതില് ഫുൾ ഫോറസ്റ്റ്, അതൊരു പരിസ്ഥിതി ചിത്രം എന്ന് പറയാം. മൊത്തം കാട്ടിലുള്ള ഷൂട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അന്നൊരു 4th or 5th ആ ഒരു പഠിക്കുന്ന ടൈമിലാണ്. അപ്പോൾ അതിനകത്ത് മറ്റേ നമ്മുടെ ശബരിമലയുടെ ബാക്ക് സൈഡ് ഉണ്ട്, സത്രം എന്ന് പറയും, നടന്നു പോകുന്ന ആ ഒരു സൈഡിൽ ബൈക്കിൽ വരുന്നൊരു ഷോട്ടാണ്. അത് ഭയങ്കര വൈഡിൽ വെച്ചേക്കുന്നത്, മീൻസ് എത്രയോ മീറ്റേഴ്സ് ദൂരെ ക്യാമറ വെച്ചിട്ട് എല്ലാവരെയും ഫുൾ ഫീൽഡ് ആയതുകൊണ്ട് എല്ലാവരെയും മാറ്റിയിട്ട് ദൂരെ വെച്ച് ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അതിങ്ങനെ മനോജ് ജെയിൻ സാറ് വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ഫുൾ അവിടെ മൊത്തം ഓഫ് റോഡ് ടൈപ്പാണ്, മൊത്തം ഫുൾ താറൊന്നുമല്ല. അതിങ്ങനെ മറിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ മൊത്തം കൊക്ക ടൈപ്പാണ് മൊത്തവും. അങ്ങനെ അതിലേക്ക് ഒരു വട്ടം മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു. സൂക്ഷിക്കുക ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ബാക്കിയെല്ലാം ലെഫ്റ്റ് ഗോഡ്. ഈശ്വര വിശ്വാസിയാണ്. പിന്നെ തീർച്ചയായിട്ടും. ഏത് അമ്പലത്തിലാണ് പോണേ? പത്മനാഭസ്വാമി ക്ഷേത്രത്തില് മിക്കവാറും പോകാറുണ്ട്. അവിടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ്. കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൽമണ്ഡപങ്ങൾ, എത്രയോ വർഷം പഴക്കമുള്ള ഒരു കാര്യമാണ്. ചാക്കോ മേരി സീരിയൽ ഒരിക്കലും മറക്കാൻ പറ്റില്ലേ സജിന്? ഇല്ല. ഇല്ല. അതായത് മൊത്തം അന്ധനായിട്ടാണ് ഏകദേശം എത്ര വർഷം? 1.5 വർഷം. ഒരു വർഷം മൊത്തം അന്ധനായിട്ട് അഭിനയിച്ചിട്ട് പിന്നെ വീട്ടിൽ ചെല്ലുമ്പോഴും അമ്മേ കഞ്ഞി തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നൊക്കെ ഇട്ട്. സത്യമാണെന്ന് എനിക്കറിയില്ല. അവിടെ ഞങ്ങളുടെ സെറ്റില് വന്നിട്ട് അഭിനയിക്കുമ്പോൾ എന്നോട് നോക്കി പറയാനുള്ള ഡയലോഗ്സ് വേറെ നോക്കി പറയാം. അങ്ങനെ ഡയറക്ടർ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട്, ഇത് ചാക്കോബേരി അല്ല അമ്മ അറിയാതെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കണ്ണ് എപ്പോഴും ബ്ലിങ്ക് ചെയ്യുമായിരുന്നു. ആ ഒരു മാനറിസം ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അതെന്തോ അറിയാതെ നമ്മൾ അറിയാണ്ട് വന്ന് പോകുന്ന ചില കാര്യങ്ങൾ പിന്നെ അത് കറക്റ്റാക്കി. സത്യം വേറൊരു കാര്യമുണ്ട്, സിനിമയിലാണെങ്കിൽ നമുക്ക് പറയാം ഇത്ര നിശ്ചിത സമയം കഴിഞ്ഞു. ഇത് നിങ്ങളുടെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ കാലത്ത് 7 മണി തൊട്ട് രാത്രി 9 മണി വരെ. അപ്പൊ എന്തായിരുന്നു 9-10 മണി, ചിലപ്പോൾ ലേറ്റ് ആവും. എക്സ്പീരിയൻസ് എന്താണ്? എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഒരു ബിഗിനർ കണ്ണ് മടക്കി വെച്ചിട്ടാണ് അല്ല, നോർമൽ രീതിയിലാണ്. ഇപ്പം ചേട്ടനെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ നോക്കും, അതല്ല ചാക്കോയായിട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ ഏകദേശം ഇവിടെ ആയിരിക്കും ലുക്ക് ചെയ്യുന്നത്. എന്നിട്ട് ചെവി മാത്രം ജസ്റ്റ് ഇങ്ങനെ കൂർപ്പിക്കും. ഫ്യൂച്ചറിൽ ഒരു കല്യാണമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഏത് ക്യാരക്ടർ എങ്ങനെയുള്ള ഒരു പയ്യനായിരിക്കണം? ഫുൾ ട്രസ്റ്റ് വേണം. പിന്നെ നല്ല ഹൈറ്റ് വേണം. ഹൈറ്റ് അതൊന്നും
ഫിസിക്കലി അതൊന്നും മാറ്റർ ഹൈറ്റ് കുറഞ്ഞാലോ? അതൊന്നും കുഴപ്പമില്ല. എനിക്ക് എന്തായാലും ഹൈറ്റ് കുറവാണ്, അപ്പൊ പിന്നെ അതുകൊണ്ട് ആ പ്രശ്നം വരത്തില്ല. അല്ലേ, പാർവതിക്കെട്ടി ഹൈറ്റ് കുറഞ്ഞാൽ? എന്നെക്കാളും ഹൈറ്റ് കുറഞ്ഞ കുറഞ്ഞാൻ പറ്റില്ല, കൂടുതൽ വേണം. കൂടുതൽ വേണം. പിന്നെ പഠിത്തം വേണം. ഒത്തിരി പഠിത്തമൊന്നും വേണ്ട, അത്യാവശ്യം ഒരാൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആ കാര്യത്തിലൊക്കെ. അങ്ങനെ തന്നെ പറഞ്ഞു, നല്ല റെസ്ട്രിക്ഷൻ ആ കാര്യങ്ങളൊക്കെ. സജിനും ഇത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ സജിന്റെ അടുത്ത് ചോദിച്ചപ്പോ ഇതേ കാര്യമാണ് സജിനും പറഞ്ഞു. അല്ല, സജിൻ എന്താണ് പറയാൻ വന്നേ? സജിൻ എന്താ പറയാ, ഇത് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്തായിരിക്കും പറയുന്നത്? തീർച്ചയായും അവര് തമ്മിൽ എന്തോ. അയ്യോ, എന്റെ നല്ലൊരു ബ്രദറാണ്, ഇടയ്ക്കിടയ്ക്ക് എന്റെ അച്ഛനെ പോലെ പറയാം. വിഷമിപ്പിക്കല്ലേ? പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ ഭഗവാന്റെ നിയോഗങ്ങളാണ്. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്നെ കൂടെ വിളിക്കണം കല്യാണം. സോ മച്ച്. അതിനിടയിൽ ഒരു ചോദ്യം കൂടെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാരായിട്ടിരിക്കുന്നു. മറ്റു കാര്യങ്ങളൊന്നുമല്ല, പെട്ടെന്ന് പേടിക്കണ്ട കേട്ടോ, അതൊന്നുമല്ല. ജീവിതത്തിലായാലും അഭിനയത്തിലായാലും ആരാണ് പുലി? ഒരു പാവമാണ്, മീൻസ് ഭയങ്കര സൈലന്റ് ആയിട്ട്, അങ്ങനെ വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും. നല്ല പയ്യനാണ്, നല്ല പയ്യനാണ് സത്യം. അപ്പൊ പുലി ഇതാണ്. പാർവതി പുലിയാണ്. അമ്മ അറിയാതെ എന്ന സീരിയലിൽ രണ്ടുപേരും അഭിനയിക്കുന്നു. ഇവിടെ വന്ന് കുറേ വിശേഷങ്ങൾ പങ്കുവച്ചതിൽ പറയാം നേടാം പണം നേടാം അമൃതയുടെ പേരിലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.